ഗായ്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. നമുക്കെന്തായാലും കഥയിലേക്ക് കിടക്കാം. ഗായ്സ്, ഞാനിപ്പോൾ ഒത്തിരി നാളായി എക്സസൈസൊക്കെ ചെയ്തിട്ട് നമുക്കെന്തായാലും നേരെ ഒന്ന് എക്സസൈസ് ചെയ്യാൻ പോകാം. ഇവിടെ ആരോ എന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ, അതെ ഫ്രാങ്ക്ലിൻ അണ്ണ. എടാ ഷിൻജാനെ, എന്താടാ? ഫ്രാങ്ക്ലിൻ അണ്ണ, ഞാൻ ആ സിറ്റിയിലേക്ക് വരുന്നുണ്ട്. ഈ സിറ്റിയിലേക്കോ? നീ എപ്പം വരും? ഞാനിപ്പം വരും. എന്നാ ഓക്കെ. നിന്നെ ഞാൻ പിക്ക് ചെയ്യാൻ വരണോ? ഫ്രാങ്ക്ലിൻ വരണോ? അതിനല്ലേ ഞാൻ വിളിച്ചേ. ഓക്കെ. നിൻ്റെ ഈ ട്രെയിൻ എപ്പോഴാണ് വരുന്നത്? ഫ്രാങ്ക്ലിൻ, എൻ്റെ ട്രെയിൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. 2 മണിക്കൂറോ? അതെ ഫ്രാങ്ക്ലിൻ, പിന്നെ റോൾസ് റോയ്സ് വന്നോണം കേട്ടോ. റോൾസ് റോയ്സോ? നിനക്ക് റോൾസ് റോയ്സൊക്കെ? അത് ഫ്രാങ്ക്ലിൻ, എനിക്ക് റോൾസ് റോയ്സ് വരുന്നത് ഇഷ്ടം. എന്നാൽ ഓക്കെ, ഞാൻ റോൾസ് റോയ്സ് വരാൻ നോക്കാം. എൻ്റെ ഈ പൈസ ഉണ്ടോ നോക്കട്ടെ. ഫ്രാങ്ക്ലിൻ ശരി. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം നമ്മളെ ഷിൻജാൻ വിളിച്ചിട്ടുണ്ട്. ഷിൻജാൻ വിളിച്ചിട്ടുണ്ട്. അവനാണെങ്കിൽ മറ്റേ ജാക്കിൻ്റെ സിറ്റിയിലായിരുന്നു. ഇന്ത്യൻ ഡെഫ്റ്റ് ഓട്ടോ ITA സിറ്റിയില്ലേ, ആ സിറ്റിയിലായിരുന്നു. അവനിപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാനിപ്പോൾ എന്താ പറയുന്നത്, അവന് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ ഒത്തിരി നാളാണ് ഇവിടുന്ന് പോയിട്ട്. അവന് റോൾസ് റോയ്സിലൊക്കെ വരണമെന്ന്. റോൾസ് റോയ്സിൽ വന്നാലേ അവൻ വരും. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒരു റോൾസ് റോയ്സ് വാങ്ങിച്ചേക്കാം. ചെറുക്കൻ്റെ വന്നിട്ട് ആദ്യത്തെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കാം. അപ്പം നമുക്കെന്തായാലും നേരെ ഷോറൂമിലേക്ക് പോവാം. അല്ല, അതിന് മുന്നേ നമുക്ക് സാബുവിനെ ഒന്ന് വിളിക്കാം. അതിന് മുന്നേ സാബുവിനെ വിളിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ബാങ്കിലെ ബാലൻസ് ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ബാങ്ക് ബാലൻസ് 10 കോടിയോ? 10 കോടി അങ്ങോട്ട് ഉണ്ട്. അതിന് റോൾസ് റോയ്സിന് 30 കോടിയല്ലേ? 100 കോടിയാണോ? നോക്കട്ടെ. 10, 100, 1 ലക്ഷം, 10 ലക്ഷം കോടി. ഇത് 100 കോടിയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും പൈസ എവിടെ നിന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്? ഞാൻ കുറേ മിഷനും ബാങ്ക് റോബറിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പൈസ എന്തായാലും 100 കോടി ഇച്ചിരി കുറവൊക്കെ തന്നെയാണ്. ഷിൻജാൻ വരുന്നുണ്ടല്ലോ, അവൻ വന്നാൽ മുട്ടിപ്പിക്കും നമ്മളെ. കഴിക്കുന്നതിനനുസരിച്ച് 1 ലക്ഷം തന്നെ പോകാൻ നല്ല സാധ്യത. പിന്നെ അവന് ഇതൊക്കെ പറഞ്ഞിട്ട് അവനെ കാറും വരെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പിക്കും. അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടേക്ക് വന്നിട്ടുണ്ട് ഷോറൂമിലേക്ക്. നമുക്ക് എന്തായാലും ഒരു കാറങ്ങ് വാങ്ങിക്കാം. ഓക്കെ സാറേ, എന്താണ് വേണ്ടത്? ലോറി കിട്ടുമോ? ഇല്ല. പിന്നെന്തിനാ ചോദിക്കുന്നത്? ഒരു കാറ് വേണം. എന്ത് കാറാണ് സാറേ വേണ്ടത്? എനിക്ക് റോൾസ് റോയ്സ് വേണം. റോൾസ് റോയ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. 2 എണ്ണം ഉണ്ട്. 2 എണ്ണം വാങ്ങിക്കുന്നോ? ഇല്ല, 1 എണ്ണേ വാങ്ങിക്കുന്നുള്ളൂ. എന്നാൽ ഓക്കെ സാറേ. ഒരെണ്ണത്തിന് ഒരു 30 കോടി വരും. 30 അല്ല, 50 കോടി വരും. 50? സാധാരണ ഇവിടെ 30 കോടി 20 കോടിയൊക്കെ ഉള്ളല്ലോ, ഇവിടുന്ന് 50 കോടി. അത് സാറേ, ഇവിടെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. എന്നാൽ ഓക്കെ. അപ്പുറത്തിരിക്കുന്ന റോൾസ് റോയ്സിനോ? 2 ഒന്നാണ് സാറേ. 2 എണ്ണത്തിനും കറക്റ്റ് വില തന്നെ, 50 കോടി തന്നെ. ഇവിടെ ഇതെന്തോ വിലയാടാ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഞാൻ 20 കോടി തരും. അത് പറ്റില്ല സാറേ. എന്നാൽ ഓക്കെ, 25 കോടി. ഇതിൽ കൂടുതൽ ഞാൻ തരാൻ പോകുന്നില്ല. അത് പറ്റത്തില്ല സാറേ. പറ്റത്തില്ലേ? നീ ഇത് കണ്ടോ? AK-47. ഇതിട്ട് ഒരെണ്ണം തന്നുണ്ടല്ലോ, നീ അവിടെ ആ സ്പോട്ടിൽ താഴെ കിടക്കും. വേണ്ട സാറേ. 25 കോടി തന്നെ തരണമെന്നില്ല, 10 കോടി ആണെങ്കിൽ തന്നാൽ മതി. ഇതിപ്പോൾ ലാഭമായല്ലോ. ഓക്കെ, 10 കോടി 10 കോടി. അങ്ങനെ വഴിക്ക് വാ. സ്കാനർ എവിടാ? സാറേ, സ്കാനർ എവിടാ? ഇയാളെ കൊണ്ട് കൊണ്ടത്തെ കഷ്ടമുണ്ടോ? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല സാറേ.
ഗൈസ് നമ്മളങ്ങനെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. പൈസ അയച്ചിട്ടുണ്ട്. വീണം നോക്ക്. ആ വീണിട്ടുണ്ട് സാറേ. ഈ അയാളുടെ മോന്ത കണ്ടില്ല. ഒരു ഇടി കൂടി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഡോ താനെന്തെങ്കിലും പറയായിരുന്നു? ഇല്ല സാറേ. ഇവനുണ്ട് ഡോണ്ടോളം കൊടുക്കണമല്ലോ. അയ്യോ വേണ്ട സാറേ, ഞാനൊന്നും പറയില്ലേ. നിനക്ക് നല്ല സുഖം. ഡോ താൻ എന്നെ ഇടിക്കുന്നു. ആ അമ്മ ഇന്ന് നിന്നെ ഇടിച്ചോണെങ്കിലും ഞാൻ ബോധം കൊടുത്തല്ലോ. ഗൈസ് ഞാൻ നൈസിനെ അവനെ അങ്ങ് കൊന്നിട്ടുണ്ട്. കുഴപ്പമില്ല. അവൻ ചാണ്ടാവൻ തന്നെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. നമുക്കെന്തായാലും വണ്ടി അതൊന്നും കുഴപ്പമില്ല. ഒരു ചവിട്ടുകൂട്ട് വെച്ച് കൊടുക്കാൻ തോന്നുന്നു. അവന് മോൻ കണ്ടില്ലേ. അവൻ അതിൻ്റെ ഇടയ്ക്ക് പറയും ആ എന്നെ അടിക്കാൻ തോന്നുന്നു. ഞാനതുകൊണ്ട് അവനെ അടിച്ച് വീഴ്ചയത്. എനിക്ക് ദേഷ്യം വന്നു. അയ്യോ 2 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 5 മണിക്കൂറായി കാണും. ഷിൻചാൻ ഒത്തിരി നേരമായി പറഞ്ഞിട്ട് നമുക്ക് ഈ കാർ മോഡിഫൈ ചെയ്യണം. വേണ്ട, റോൾസ് റോയ്സ് മോഡിഫൈ ചെയ്താൽ അത്രയ്ക്ക് മേനെ കാണത്തില്ല. നമുക്ക് എന്തായാലും നേരെ അവിടേക്കോ. ഇനി എവിടെ ഇടിപ്പിക്കണ്ട. വഴി ഡോറൊന്നും പോകാതിരുന്നാൽ മതിയായിരുന്നു. നമുക്കെന്തായാലും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇതിപ്പോൾ എത്ര മണിയായി ഞാൻ നോക്കട്ടെ. ഇവിടിപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ആ ഷിൻചാൻ പറയുന്നത് എപ്പോഴായിരുന്നു? ഷിൻചാൻ പറയും 12 മണിക്കായിരുന്നു. അല്ല, ഷിൻചാൻ പറഞ്ഞത് 10 മണിക്കാണ്. ഇപ്പം 5 മണിക്കൂറായി. ഷിൻചാൻ മിക്കവാറും നമ്മളെ വഴക്ക് പറയാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇച്ചിരി വേഗം വാ. ഇവിടെ ഇപ്പോൾ ട്രെയിനൊന്നും വന്നിട്ടില്ലല്ലോ. ആ പൊട്ടം പറഞ്ഞ് 2 മണിക്കൂർ ഉള്ളിലെങ്ങാണ് വരുമെന്നാണ് പറഞ്ഞ്. ഇതുവരെ ട്രെയിൻ വന്നിട്ടില്ല. എന്തായാലും കാര്യമായി. അവൻ വരട്ടെ, അവന് കൊടുക്കുന്നുണ്ട്. എന്നാലും ട്രെയിൻ വരട്ടെ. ട്രെയിൻ വന്നിട്ട് പോകാനുള്ള സമയമായി കാണുമല്ലോ. ആ അതെ. അപ്പം അതിനിവിടെ വല്ലതും കാണും. നമുക്കൊന്ന് നോക്കാം. അതേ ഫ്രാങ്ക്ലിൻ അണ്ണ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതേ ഫ്രാങ്ക്ലിൻ അണ്ണ, ഇപ്പം ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മണിക്കൂറായി. ഫ്രാങ്ക്ലിൻ ഇത്രയും താമസിച്ചേ? എടാ അത് നീയല്ലേ പറയും വണ്ടിയൊക്കെ വാങ്ങിക്കണം അതായതാന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞു. വണ്ടിയൊക്കെ വാങ്ങിച്ചപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ആണോ? എന്നാൽ കുഴപ്പമില്ല. നീ വേണമെങ്കിൽ വന്ന് വണ്ടിയിൽ കയറ്. ഓക്കെ. അതേ ഫ്രാങ്ക്ലിൻ എത്ര നാളെ ഇവിടോട്ടൊക്കെ വന്നിട്ട്? ഈ കുറച്ച് നാളായി ഇവിടോട്ടൊക്കെ വന്നു. അതേ ഫ്രാങ്ക്ലിൻ നമുക്ക് നേരെ സാബുവിൻ്റെ വീട്ടിലോട്ട് പോയാലോ? സാബു? സാബുവിൻ്റെ വീട് അവിടെ വേണമെങ്കിൽ ഓക്കെ ഫ്രാങ്ക്ലിൻ അണ്ണ. വണ്ടി ഇവിടെ നിർത്താം. എൻ്റെ അമ്മച്ചി വണ്ടി നിറയെ ഇറങ്ങി ഓടിയതാ. എന്നാ ഫ്രാങ്ക്ലിൻ വണ്ടി ഓടിക്കാനും അറിയത്തില്ലേ? ഇല്ലടാ, വരേക്ക് വാ. ഇറങ്ങി ഫ്രാങ്ക്ലിൻ ഞാൻ ഇറങ്ങി. എന്നാ വാ സാബുവിന്. നമുക്ക് വേഗം സാബുവിൻ്റെ വീട്ടിലേക്ക് പോവാം. സാബുവേ സാബു. എന്തോടാ ഫ്രാങ്ക്ലിനെ, നീ വേഗം താഴോട്ടൊന്ന് വന്നേ. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആളോ ഞാൻ വരുവാ. വേഗം വാ. എടാ ഫ്രാങ്ക്ലിനെ ഞാൻ വന്നു. എടാ താണ്ടാ എന്നെ കാണാൻ വന്നയാള്. ഷിൻചാനോ? ഇവനിപ്പോൾ വന്നടാ. അവനിപ്പോൾ കുറച്ച് നേരമായി വന്നിട്ട്. എന്തേ? എടാ ഇവൻ വീണ്ടും വന്നു. ഇവൻ വീണ്ടും വന്നു. എന്തേ? ഇവനെന്താ പണി? എനിക്ക് പണി തരാൻ വേണ്ടി വന്നതാണോ? അങ്ങനെയും പറയാം. അല്ലേടാ ഷിൻചാനെ? അതേ ഫ്രാങ്ക്ലിൻ അണ്ണ. ഇവിടെ മര്യാദയ്ക്ക് ഇറങ്ങി പോകും. പോടാ നീ പോടാ. പാട് ഷിൻചാനെ, നമുക്ക് വാ. ഇവൻ ഇത്തിരി ജാട കൂടുതല. ഈ ഷിൻചാൻ വന്ന വെറുതെ എനിക്ക് പണി തരും. എടാ നിൻ്റെ വല്ല വണ്ടി വല്ലതും ഉണ്ടോ? ബൈക്കോ വല്ലോ? അതുകൊണ്ട് റോൾസ് റോയ്സ് എടുത്തിട്ട് നീ വല്ല ബൈക്ക് ഉണ്ടെങ്കിൽ താ. എൻ്റെ കയ്യിലൊരു ബൈക്ക് ഉണ്ട്. ഇത് സെഡക്സ്റ്റനറാ. സെഡക്സ്റ്റനറിങ്ങി അതിങ്ങതാ. ആടാ പുറകെ ഇരിപ്പോണ്ട് പോയി എടുത്തോ. വാടാ ഷിൻചാനെ, നമുക്കത് എടുത്തോണ്ട് പോവാം. എടാ ഞാനും വരുന്നു. നീ എങ്ങോട്ടാ? എടാ ഞാനങ്ങ്
കേട്ടോ. എൻ്റെ ആണെങ്കിൽ ഇവിടെ എൻ്റെ വർക്ക്ഷോപ്പിലോട്ട് ഇറക്കി കയറി. ഓക്കെ, എന്നാൽ നീയും വാ, നമുക്ക് പോയി സെഡക്സർ എടുത്തുകൊണ്ട് പോകാം. ആടാ ഞാനും വരുന്നു. ഗായ്സ്, ഇവിടെ സെഡക്സർ ഇരിപ്പുണ്ട്. നമുക്കെന്നാൽ ഈ വണ്ടിയിലേക്ക് കയറാം. വന്ന് വണ്ടി കയറ്. വണ്ടി കയറാ. ഷിൻജാൻ കയറി, നീ കയറുന്നില്ലേ? എടാ എനിക്കിരിക്കാൻ സ്ഥലമില്ലല്ലോ. നീ വരുന്നില്ലേ? എനിക്കിരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവാ. ശരി, അപ്പം നീ എന്നാ നടന്നു വന്നാൽ മതിയടാ. ഓക്കെ, ഞാൻ ആ റോൾസ് റോയ്സിൽ പൊക്കോളാം. ഗൈസ്, നമ്മളങ്ങനെ സാബുവിൻ്റെ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.